മുസൽമാന്റെ ചോര ചിന്തിയതീ നാടിതിനല്ലേ, മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ, ക്രിസ്തീയ സ്വാതരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ, കണ്ണീര് ചാലിട്ടൊഴുകിയതും കണ്ടവരില്ലേ, അല്ലാമയ്ക്ക് പാല് പാടിത്തന്നൊരീരടി, അലമാലകൾ പിളർത്തിടും അതിന്റെ മാറ്റൊലി. മൗലാന മുഹമ്മദ് സംസാരിക്കുന്നതിന് വേണ്ടി ജില്ലാ സെക്രട്ടറി സവാദിനെ ക്ഷണിച്ചു. കഴിഞ്ഞ 11 വർഷമായിട്ട് നമ്മുടെ നാട് ഭരിക്കുന്നുണ്ട്. ഇന്ന് ഇന്ത്യ ലോകത്തെ ഏറ്റവും കൂടുതൽ പട്ടിണിക്കാരുള്ള ഒരു രാജ്യമായി മാറിയിരിക്കുന്നു. പോഷകാഹാര കുറവ് കണ്ട് കുട്ടികൾ മരിക്കുക. എന്ത് കാര്യത്തില്? പട്ടിണിയുടെ കാര്യത്തിൽ. എന്നാൽ ഇന്ത്യയുടെ പാർലമെന്റിൽ ചർച്ച ചെയ്യേണ്ടതെന്താ? ഇന്ത്യയിലെ മാധ്യമങ്ങളിൽ ചർച്ച വരേണ്ടതെന്താ? രാജ്യത്തിന്റെ പട്ടിണി മാറ്റാണ്. രാജ്യത്ത് ആളുകൾക്ക് തൊഴിൽ കൊടുക്കാനാണ് ചർച്ച വരേണ്ടത്. ഇപ്പൊ എന്താ ചർച്ച നടക്കുന്നത്? ജാൻബാബിന്റെ അടിയിൽ മാന്തുക, അവിടെ ഹരിഹര മന്ദിറുണ്ടോ, അവിടെ മറ്റേ ശിവലിംഗമുണ്ടോ, ഇതൊക്കെ മാന്തി നോക്കുന്ന പണിയാണ് ഇപ്പൊ ഈ നാട്ടിൽ നടക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ജനാധിപത്യ മതേതര വിശ്വാസികളെ, പ്രതിഷേധിക്കാൻ ആളുകൾ സജ്ജരാവുക. ഈ ബ്രിട്ടീഷുകാരനെ ഇരുന്ന് ഓടിപ്പോയത് ഭരണഘടനയെ നിലനിർത്താൻ കഴിയൂ, ജനാധിപത്യത്തെ നിലനിർത്താൻ കഴിയൂ. ഈ നാടിലെ ജനാധിപത്യവും മതേതരത്വവും നിലനിൽക്കേണ്ടത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ മാത്രം ആവശ്യമല്ല. മഹാഭൂരിപക്ഷം വരുന്ന ദളിതുകൾ എന്താണ്ടാവുക? മനുവാദം നടപ്പിലാക്കി അവരുടെ വരേണ്യ പ്രത്യയശാസ്ത്രമാണ് രാജ്യത്ത് നടപ്പാക്കുക. അത് നടപ്പിലാക്കാതിരിക്കാൻ ജനാധിപത്യ പോരാട്ടങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തിക്കൊണ്ട് ഈ ഫാസിസ്റ്റ് വിരുദ്ധ ദിനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. ജയ് ഹിന്ദ്, ജയ് സോഷ്യൽ ഡെമോക്രസി. ഒരു കൂട്ടം മനുഷ്യർ അവിടെ ഒന്നുമല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ആ നിമിഷ നേരം കൊണ്ട് തകർന്നു പോയിക്കൊണ്ടിരുന്നത്. വിടില്ല, നമ്മൾ രാമക്ഷേത്രം പണിതാലും അവിടെ ദൈവവിശ്വാസം എല്ലാവർക്കും ഒരേപോലെയാണ്. ക്ഷേത്രമായി കഴിഞ്ഞാലും പള്ളിയായി കഴിഞ്ഞാലും ആരാധനാലയം എല്ലാവർക്കും തുല്യ അവകാശമാണ്. നിഷ്പ്രയാസം പൊളിച്ചു മാറ്റി അവിടെ രാമക്ഷേത്രം പണിതപ്പോൾ അവിടെ വിശ്വാസത്തോടുകൂടി ആ അമ്പലങ്ങളിൽ പോകുവാൻ വേണ്ടി കാൽ മുട്ടുവരക്കാതെ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? കാവിപ്പടയുടെ കറുത്ത കൈവിരലായ സംഘപരിവാർ ശക്തികൾ അവിടെ ഇല്ലാതാക്കിയത് ഒരു കൂട്ടം ജനങ്ങളുടെ പ്രാർത്ഥന ആലയമാണ്. ഞാനും ഒരു ഹിന്ദുവിന്റെ ഒരു അമ്പലം, അതുപോലെ നമ്മുടെ ഒരു വീട്, നമ്മുടെ ഒരു കുഞ്ഞുങ്ങളെ നമുക്ക് നിഷ്പ്രയാസം നഷ്ടപ്പെടുന്ന അതേ വേദന തന്നെയാണ് ആ പള്ളി നഷ്ടപ്പെട്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടായത്. ഓർക്കണം, ജനാധിപത്യത്തിന്റെ കണ്ണു മൂടിക്കെട്ടിക്കൊണ്ട് നിങ്ങൾക്ക് അധികാരത്തിലിരിക്കുന്ന സംഘപരിവാർ ശക്തികൾക്ക് രാജ്യത്ത് ഇന്ത്യ രാജ്യവും അതേപോലെ തന്നെ കേരളവും ഭരിക്കുന്ന ഭരണകൂടം എന്ത് തന്നെ. ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഈ ഫാസിസ്റ്റ് വിരുദ്ധ സംഗമത്തിന് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഇക്ബാൽ സെക്രട്ടറി ക്ഷണിച്ചു. SDPIയുടെ കർണധീരരായ പ്രവർത്തകരെ, നല്ലവരായ നാട്ടുകാരെ, ഈ ഡിസംബർ 6 ഇന്ത്യ രാജ്യത്തിൻ്റെ എല്ലാ മേഖലയിലും ഈ ദിവസത്തെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇതുപോലുള്ള പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദിവസത്തെ മറക്കാൻ പറ്റുകയില്ല. കാരണം ഇവിടെ തകർക്കപ്പെട്ടത് ഒരു ബാബരി മസ്ജിദ് മാത്രമല്ല, ഇന്ത്യ രാജ്യത്തിന്റെ മുസ്ലിം സമൂഹം ഇവിടെ ബ്രിട്ടീഷുകള് ഭരണം നടത്തുമ്പോൾ അവരെതിരായി പൊരുതികൊണ്ട് അവരെ ഇവിടുന്ന് കെട്ടിക്കാൻ
എല്ലാ രീതിയിലും ജീവനും ജീവിതവും കൊടുത്ത ഒരു വിഭാഗമാണ് ഇന്ത്യ രാജ്യത്തിന്റെ മുസ്ലിമീങ്ങൾ. അവരെ ഇവിടുന്ന് ഇല്ലാതാക്കാം, ഓടിച്ചു കളയാം, അല്ലെങ്കിൽ ആദരിക്കുന്ന അല്ലെങ്കിൽ അവർ നമസ്കരിക്കുന്ന പള്ളികളെ ಇವಿಡುന്ന പൊളിച്ചത് കൊണ്ട് ಸೋಷಿಯಲ್ ಡೆಮೊಕ್ರೆಟಿಕ್ ಪಾರ್ಟಿ ಆಫ್ ಇಂಡಿಯಾದ ನೇತಾರರೇ, ನನ್ನ ಮುಂದಿರ್ತಕ್ಕಂಥ ಸೋಷಿಯಲ್ ಡೆಮೊಕ್ರೆಟಿಕ್ ಪಾರ್ಟಿ ಆಫ್ ಇಂಡಿಯಾದ ಕಾರ್ಯಕರ್ತರೇ, ನೇತಾರರೇ, 1992 ಡಿಸೆಂಬರ್ 6ರಂದು ಈ ದೇಶದಲ್ಲಿ 400 ವರ್ಷಗಳಿಗಿಂತಲೂ ಹೆಚ್ಚಾಗಿ ಆ ಪವಿತ್ರವಾದಂತ ಆ ಪವಿತ್ರ ಸ್ಥಳದಲ್ಲಿ ದೇವರಿಗೆ ನಮಾಜನ್ನು ಮಾಡಿದಂತ ಆ ಸ್ಥಳವನ್ನ ಕೆಡವಿದ್ದು ಮಾತ್ರ ಅಲ್ಲ, ಸಂಘಿಗಳು ಮಾಡಿರ್ತಕ್ಕಂಥ ಕೆಲಸ ಈ ದೇಶದಲ್ಲಿ ಶಾಂತಿಯನ್ನ, ಸೌಹಾರ್ದತೆಯನ್ನ ಕೆಡವುವುದರೊಂದಿಗೆ ಪವಿತ್ರವಾದಂತ ಈ ದೇಶದ ಸಂವಿಧಾನವನ್ನು ರಚಿಸಿರುವಂತ ಡಾಕ್ಟರ್ BR ಅಂಬೇಡ್ಕರ್ ಅವರು ರಚಿಸಿದಂತ ಸಂವಿಧಾನವನ್ನ ನುಚ್ಚುನೂರು ಮಾಡಿರುವಂತದ್ದು. ಈ ಸಂಘಿಗಳಿಗೆ ಹೇಳ್ತಕ್ಕಂಥದ್ದು, ನೀವು ಈ ದೇಶದಲ್ಲಿ ಜಾತ್ಯತೀತತೆಯನ್ನ ಪ್ರಜಾಪ್ರಭು ಬದುಕುತ್ತಿದ್ರೆ ಬದುಕಿ, ಇಲ್ಲದಿದ್ರೆ ಈ ದೇಶವನ್ನ ಬಿಟ್ಟು ನೀವು ತೊಲಗಿ. ಅದು ಅಲ್ಲದಿದ್ರೆ ನಿಮ್ಮನ್ನು ಓಡಿಸುವಂತ ಕೆಲಸ ಈ ದೇಶದಲ್ಲಿ ಸೇನೆಯ ಕೆಲಸ ಮಾಡುವಂತ SDPಯ ಕಾರ್ಯಕರ್ತರು ಖಂಡಿತವಾಗಿ ಮಾಡ್ತಾರೆ. ಯಾಕೆ ಹೇಳ್ತಾ ಇದ್ದೇನೆ ಅಂದ್ರೆ, ಈ ದೇಶದ ಪವಿತ್ರವಾದಂತ ಒಂದು ನಿಯಮವನ್ನು ರೂಪಿಸುವಂತ ಒಂದು ಅಂಗವಾಗಿದೆ ಪಾರ್ಲಿಮೆಂಟ್. ಅಲ್ಲಿ ನಾವು ದೇಶದ ವಿವಿಧ ಕಡೆಗಳಿಂದ ದೇಶದ ಜನರ ಆರ್ಥಿಕ ವ್ಯವಸ್ಥೆಯನ್ನ, ಅವರ ವ್ಯವಸ್ಥೆಗಳನ್ನ ಚರ್ಚೆ ಮಾಡಲಿಕ್ಕೆ ಬದಲಾಗಿ ಶಿವಲಿಂಗವನ್ನ ಹುಡುಕಿಕೊಂಡು ವಿವಿಧ ಮಸೀದಿಗಳಿಗೆ, ಇನ್ನು ಹೋದ್ರೆ ಸಂಬಾಲಲ್ಲಿ 6 ಜನ യുവಕರು ತೀರಿ ಹೋದ್ರು. രാജ്യത്തിന്റെ മതേതരത്തിനേറ്റ മുറിവാണ്. അപ്പോൾ പലരും പുച്ഛിച്ചും നിങ്ങൾക്ക് മറക്കാൻ സമയമായില്ലേ എന്ന് ചിരിച്ചും കളിയാക്കിയും ചെയ്ത പലർക്കും ഇന്ന് അവർ മറ്റുള്ള മസ്ജിദുകൾക്ക് നേരെ കൈകൾ ഉയർത്തുമ്പോൾ അവർ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു, അന്ന് ഡിസംബർ 6 സംഭവിക്കുമ്പോൾ ഞങ്ങൾ മിണ്ടാതിരുന്നതിൻ്റെ പ്രതിഫലമാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വീണ്ടും ജനാധിപത്യ വിശ്വാസികളോട് SDPIക്ക് പറയാനുള്ളത്, നിങ്ങൾ മൗനം വെടിയുക. നിങ്ങൾ അത് ലാഘവത്തോടെ എടുത്തതിന്റെ കാരണമാണ് 6ഓളം പേർ സംബാളിൽ രക്തസാക്ഷിയായത്. അതുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് പറയാനുള്ളത്, സംഘപരിവാരങ്ങളോട് ഞങ്ങൾ പറയാനുള്ളത്, പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറയാനുള്ളത്, നിങ്ങൾ മൗനം അവലംബിച്ചാൽ സംബാളിൽ ഇനിയും രക്തസാക്ഷികൾ പുഴകൾ തന്നെ ഉണ്ടായാലും ബാബരി മസ്ജിദിന്റെ ഗതി ഇനി ഇന്ത്യ രാജ്യത്തെ ഒരു മസ്ജിദുകൾക്കും വരുത്താൻ ഞങ്ങൾ ജീവിച്ചിടത്തോളം അനുവദിക്കുകയില്ല എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഉദ്ഘാടനം ചെയ്യാനെത്തിയ ബഹുമാനപ്പെട്ട സംസ്ഥാന ജനറൽ സെക്രട്ടറി KK അബ്ദുൽ ജബ്ബാർ സാഹിബിനെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ബാഖ്യാർ, അദ്ദേഹത്തിനും നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പരിപാടിയുടെ സ്വാഗതം ആശംസിച്ചത് ജില്ലാ ജനറൽ സെക്രട്ടറി മുനീർ എച്ചാണ്. അതുപോലെ തന്നെ ഇവിടെ അഭിവാദ്യം അർപ്പിച്ച് സംസാരിച്ച സംസ്ഥാന സെക്രട്ടറി ശ്രീമതി മഞ്ജുഷ മാവിലാടം, ശ്രീമതിക്കും കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് സംസാരിച്ച കാസർഗോഡ് ജില്ലാ നേതാക്കന്മാർക്കും എൻ്റെ മുമ്പിൽ നിൽക്കുന്ന കർമ്മനിരതരായ SDPI പ്രവർത്തകർക്കും മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി അധ്യക്ഷന്റെ അനുമതിയോടെ മുസൽമാന്റെ ചോര ചിന്തിയതി നാടിതിനല്ലേ, മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ, ക്രിസ്തീയ സ്വാതരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ,
കണ്ണീര് ചാലിട്ടൊഴുകിയതും കണ്ടവരില്ലേ? അല്ലാമയ്ക്ക് പാല് പാടി തന്നൊരീരടി അലമാലകൾ പിളർത്തിടും അതിന്റെ മാറ്റൊരു മുസൽമാന്റെ ചോര ചിന്തിയതി നാടിതിനല്ലേ? മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ? ക്രിസ്തീയ സ്വാതരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ? കണ്ണീര് ചാലിട്ടൊഴുകിയതും കണ്ടവരില്ലേ? അല്ലാമയ്ക്ക് പാല് പാടി തന്നൊരീരടി അലമാലകൾ പിളർത്തിടും അതിന്റെ മാറ്റൊലി മൗലാന മുഹമ്മദ്. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിങ്ങും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. City Gold and Diamonds, Kerala and Karnataka. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി കാസർഗോഡിന്റെ മണ്ണിൽ മാജിക് ലാൻഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ 2024 എത്തുന്നു. കടലിനടിയിലെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ നിങ്ങളെ വിസ്മയിപ്പിച്ചിട്ടുണ്ടോ? കടലിനടിയിലൂടെ നിങ്ങൾ യാത്ര ചെയ്തിട്ടില്ല എങ്കിൽ ഇതാ നിങ്ങൾക്കൊരു സുവർണ അവസരം. 12,000 ചതുരശ്ര അടി തീർത്ത കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഗ്ലാസ് തുരങ്കം, ഗ്ലാസ് അക്വേറിയം, ഡിസ്നി മാജിക് ഷോ, ബേഡ്സ് ഷോ, കടൽ കൊട്ടാരം, അമ്യൂസ്മെന്റ് പാർക്ക്, കൂടാതെ നിങ്ങളുടെ നാവിൽ രുചിയൂർന്ന വിഭവങ്ങളുമായി 5,000 ചതുരശ്ര അടിയിൽ തീർത്ത ഫുഡ് കോർട്ട് എന്നിങ്ങനെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ലോകോത്തര നിലവാരമുള്ള ഈ മാജിക് ലാൻഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോയിലേക്ക് ഈ നാട്ടിലെ ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കാസർഗോഡിന്റെ മണ്ണിൽ ചരിത്രം കുറിക്കാനായി ഇതാ മറ്റൊരു വർണ്ണ പ്രപഞ്ചമെത്തുന്നു. ഒക്ടോബർ 31 മുതൽ കാസർഗോഡ് വിദ്യാനഗറിൽ പ്രിൻസ് ഗാർഡൻ ഗ്രൗണ്ടിൽ വെച്ച് നടത്തപ്പെടുന്ന ആവേശവും ആനന്ദവും ഉണർത്തുന്ന മാജിക് ലാൻഡിന്റെ അണ്ടർ വാട്ടർ ടണൽ എക്സ്പോയിലേക്ക്, കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളുടെ ലോകത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രജ ഈവന്റ് സംഘടിപ്പിക്കുന്ന മാജിക് ലാൻഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ 2024 കാസർഗോഡിനെ കടലിന്റെ കാണാ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം.